ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു ഓണം ലുക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓണാക്കി ആയില്ല. അപ്പം ഇനി നമുക്ക് 2-3 ഓണം ലുക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ സെറ്റ് മുണ്ടാണ് കേട്ടോ വെയർ ചെയ്യണത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ഒരു ബ്രൊക്കേഡിൻ്റെ ബ്ലൗസാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇടണത്. അപ്പോൾ ഇത് ടിഷ്യൂവിൻ്റെ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ, സാരി അല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാരി കൊടുത്തു, അതായത് സെറ്റ് മുണ്ട കൊടുത്ത് കഴിഞ്ഞിട്ട് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണില്ല ഞാനിപ്പോൾ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാരണം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല, ഞാനിപ്പോൾ ഒന്നും അങ്ങനെ മുഖത്ത് യൂസ് ചെയ്യാറില്ല. അത് കാരണം ഞാൻ വെറുതെ പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പിന്നെ കുഞ്ഞ് മിനുക്ക് പണികൾ മാത്രം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് പൗഡർ ഇട്ടു. അപ്പോൾ ഞാൻ ഫേസൊക്കെ മുന്നേ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസിങ്ങും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല. ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ, ഞാനിപ്പോൾ ആകെ കൂടി ചെയ്യണത് കുളിക്കാൻ നേരത്ത് പാൽപ്പാട നമ്മുടെ ഇരട്ടി മധുരം മിക്സ് ചെയ്തിട്ട് പറ്റും. അത് മാത്രമാണ് മുഖത്തിനൊരു മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മുടെ പൗഡർ ഇടൽ കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഈ തരയണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ആക്കി റൂമിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതാ ഈ ഒരു മേക്കപ്പ് സെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ കയ്യിൽ കുറച്ച് നാളായി, നല്ല സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ കേട്ടോ ഒരു ഷെയ്ഡ്. നമ്മുടെ എന്താ പറയുക, റിംഗ് ലൈറ്റ് കേടായ കാരണം ഇതിപ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണും ഇടുന്നതൊന്നും അങ്ങനെ ശരിക്കും വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഞാൻ ലൈറ്റ് കളറാണ് ഇടുന്നത്, ഞാൻ ഒരുപാട് ആർഭാടായിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് എനിക്ക് കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ അത് ക്ലിയർ ആവണില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ നമ്മളെല്ലാവരും ഇവിടെ പോകുമ്പോൾ എഴുതുന്നതല്ലേ, ഞാൻ പിന്നെ താഴത്ത് എഴുതണില്ല, മുകളിൽ മാത്രം ഐലൈനർ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പണ്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഐലൈനർ എഴുതാറുണ്ട്, ഇപ്പം അങ്ങനെ കുറവാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകുമ്പോൾ പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഐലൈനർ എഴുതാറില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഐലൈനർ എഴുതുള്ളൂ കേട്ടോ. ഭയങ്കര മടിയാണ് എനിക്കിപ്പോൾ, പൗഡർ ഇടാൻ വരെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഐലൈനർ എഴുതേണ്ട ചെറിയ രീതിയിലൊന്ന് വയലറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് വലിയ മേക്കപ്പ് അല്ല, സാധാ നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങുക അതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കണത്. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിൻ്റെ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ചെയ്യണതൊക്കെ നോക്കിയിട്ട് അവരോടാണ് ഞാൻ ഈ സംസാരിക്കണത്. പിന്നെ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടുന്നത്, കാരണം എൻ്റെ കൺപീലിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇതാണ്, പീലിയാണ്. എങ്കിൽ കൂടി ഞാൻ ഈ ഷാഡോ മസ്കാര ഇടാറുണ്ട് കേട്ടോ. എനിക്ക് മസ്കാര ഇടുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മസ്കാര ഇടാണ്. ഈ മസ്കാര എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ പുറത്തുനിന്ന്. മസ്കാര ഞാൻ കണ്ണിൻ്റെ മുകളിലത്തെ പീലിമയും അടിയിലത്തെ പീലിമയും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ലിപ്പിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ ലിപ്പ് ലൈനർ മിസ്സായിരിക്കുന്നു, കാരണം ഞാൻ അലമാരിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഏത് സമയം ചെക്കിങ് ആണ് കേട്ടോ. അവരെല്ലാം മേക്കപ്പ് പ്രൊഡക്റ്റ് എടുത്തിട്ടും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ലിപ്പ് ലൈനർ പോലെ ഫസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ നല്ല രസമായിട്ട് നമ്മുടെ ചുണ്ട് നിൽക്കും. അപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല ഞാൻ വരയ്ക്കണത്, പക്ഷെ ഇട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഐഡിയ പ്രകാരം അങ്ങോട്ട് വരയ്ക്കുക, ലിപ്പ് ലൈനർ ഇല്ലെങ്കിൽ നമ്മുടെ ആ ലിപ്പിൻ്റെ കറക്റ്റ് ഷേപ്പിൽ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്പ് ലൈനർ വരച്ചിട്ട് ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം നമ്മുടെ ലിപ്പ് ശരിക്കും എടുത്ത് നിൽക്കും, അതായത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെയാണ്, ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല ഷെയ്ഡാണ് കേട്ടോ, എല്ലാ സ്കിൻ ടോണിനും ചേർന്ന അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നില്ലേ, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു രസമാണ്. അത് കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് നടക്കില്ല എന്നായി, കാരണം പാകക്കൂടി യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ മാല ഇടുന്നില്ല, നമ്മുടെ സാധാ താലിമാല തന്നെയാണ് ഇടണത്. ഇനി നമുക്ക് എന്താ പറയുക, മുടിയുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ഫസ്റ്റ് മുഖത്തത്തെ എല്ലാ സംഭവങ്ങളും കഴിച്ചിട്ട് പിന്നെ മുടിയിലേക്കാണ് കിടക്കാറ്. മുടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കമ്മലൊക്കെ ഇടാറ്. അല്ലെങ്കിൽ നമ്മൾ കമ്മലൊക്കെ ഫസ്റ്റ് ഇട്ട് മുടി കെട്ടി വരുമ്പോൾ ചിലപ്പോൾ കമ്മലിൻ്റെ ശങ്കീരി പോവും, അങ്ങനെയൊക്കെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്.
പിന്നെ ഞാൻ ആദ്യമേ മുടിയിലെ ചെടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊന്നും കൂടി ഒന്ന് ചീകി റെഡിയാക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണേൻ്റെ തലേദിവസമൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചാൽ സൂപ്പറായിരിക്കും. അപ്പോൾ അതാ ഞാൻ നേർവാച്ചിലാണ് എടുക്കണത്. കറക്റ്റ് നേരെയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോൾ എടുത്താലും അങ്ങനെ നേരെ ആവില്ല. പിന്നെ എൻ്റെ ചെറിയ ചീർപ്പ് ഇപ്പം എൻ്റെ കൈ എത്താവുന്ന സ്ഥലത്തില്ല. അത് കാരണമാണ് ഞാൻ കിട്ടിയ ചീർപ്പ് വെച്ചിട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ 2 വശത്തേക്കും ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ച് സ്ലൈഡ് കുത്തില്ല, നമ്മളിങ്ങനെ ഇറുക്കിൽ സ്ലൈഡ് കൊണ്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ 2 സൈഡും ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി 2-3 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ വേറെ ഹെയർ സ്റ്റൈലുകൾ നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാനിന്നിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ ഉണ്ടല്ലോ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതാ വെച്ചിട്ടാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണത്. നമുക്ക് നാളെയൊക്കെ വേറെ വെറൈറ്റി ചെയ്യാം. അതായത് മുല്ലപ്പൂ അല്ലാണ്ട് നമുക്ക് തുളസി വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഒക്കെ തുളസി അതുപോലെ അരളിയൊക്കെ വെച്ചിട്ടാണല്ലോ കൂടുതലും ആൾക്കാർ മുല്ലപ്പൂവിനേക്കാളും യൂസ് ചെയ്യുന്നത് അരളി തുളസിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാം കേട്ടോ. നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക, നാളെ എന്ന് ഉറപ്പ് പറയണില്ല, കാരണം എനിക്ക് മടി പിടിച്ച് കഴിഞ്ഞാൽ അത് മറ്റന്നൊക്കെ ആവും. അപ്പോൾ അത് മുടിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്ലാസ്റ്റിക് അല്ല, ഒരു തരം തുണിയുടെ പോലത്തെ മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ എല്ലാവരും എപ്പോഴും ചെയ്യണ ഒരു സ്റ്റൈലാണ്. മുടിയുടെ അടിക്കോടെ മുല്ലപ്പൂ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അടിപൊളിയാണ് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഈ ഒരു ലുക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇത് ആർട്ടിഫിഷ്യലായ കാരണം കുറച്ച് ഇതുണ്ടാവും. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് എപ്പോഴും ഇപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓണത്തിനൊക്കെ ഇപ്പോൾ പോണ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വാങ്ങി വെക്കാമെന്നല്ലാണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പിന്നെ തൊട്ടടുത്തൊന്നുമില്ല, കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. അത് കാരണമാണ് മുല്ലപ്പൂ ഇല്ലാഞ്ഞത്. അത് കഴിഞ്ഞാൽ ഒരു സിൽവറിൻ്റെ കമ്മലാണ് ഇട്ട് കൊടുത്തത്. ഒരു റെഡ് കളറ് കല്ലൊക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. ഭയങ്കര വലിപ്പമുണ്ടെങ്കിലും തീരെ വെയിറ്റ് ഇല്ലാത്തൊരു കമ്മലാണ് കേട്ടോ. പിന്നെ ഞാനൊരു കരിഞ്ഞ മെറൂൺ കളറ് പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ അവിടെ സിന്ദൂരം അല്ല തൊട്ട് കൊടുക്കണം, അതിൻ്റെ പകരം നമ്മുടെ ശിങ്കാറില്ല, അത് വെച്ചിട്ടാണ് കേട്ടോ സിന്ദൂരം തൊട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളർ എടുത്ത് അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു വര വരച്ച് കൊടുക്കേണ്ട ഒരു ഭംഗിക്ക്. അതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് ഒരു വട്ടപ്പൊട്ടിൻ്റെ അടിയിൽ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ വരച്ച് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. നാടൻ ലുക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് സിന്ദൂരം ഇല്ലാണ്ട് എന്ത് ഇത് അല്ലേ. എത്ര ഒരുങ്ങി വന്നാലും സിന്ദൂരം തൊട്ട് കഴിഞ്ഞൊരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടൻ ലുക്കുകളിൽ കാണാനായിട്ട്. അപ്പം ഞാൻ കുങ്കുമല്ല, അതിൻ്റെ പകരം ഈ ശിങ്കാർ തന്നെ വെച്ചിട്ടാണ് കേട്ടോ സിന്ദൂരം തൊട്ട് കൊടുക്കണത്. കാരണം എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഓൾറെഡി കയ്യിലുള്ള സിന്ദൂരത്തിൻ്റെ കളർ വെച്ചാൽ കരിഞ്ഞ കളറാണ്. അപ്പോൾ ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാതും കഴിഞ്ഞ് ഇനി നമുക്ക് വളയും കൂടി ഇടണം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ വളയില്ല, അത് കാരണം ഞാൻ റെഡ് കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുപ്പിവളയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഇടുക കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ, ഇപ്പോൾ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നാടൻ ഓണം ലുക്ക് എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയുള്ള മലയാളികളായാലും ഓണത്തിന് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നാടൻ രീതിയിൽ ഒരുങ്ങുന്നതാണ് ഒരു ഓണ സ്റ്റൈലെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തിന് ഒരാളും കൂടി ഉണ്ട് എൻ്റെ കൂടെ ഓണത്തിന്. എൻ്റെ കുഞ്ഞു ബേബി എൻ്റെ വയറ്റിലുണ്ട്. ഇപ്പോൾ 6 മന്താണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നാളെ നമുക്ക് വേറെ ലുക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.